സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ ചേരുന്നു. സുനിൽ, അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ കോർ എന്താണ്? ചില പ്രത്യേക വ്യക്തികൾ തന്നെ മാറ്റാൻ പരിശ്രമിച്ചു എന്ന വിയോജിപ്പാണോ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്? രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഈ വിമർശനങ്ങൾ വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഏതൊക്കെ താല്പര്യങ്ങളെ, ഡിമാൻഡുകളെ പാർട്ടിയുമായിട്ട് കൂട്ടിമുട്ടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്? അതൃപ്തി തുറന്നു പറയുന്നത്, ഇത്രയും ദിവസം ഏതെങ്കിലും തരത്തിൽ പരസ്യ പ്രതികരണത്തിന് സുധാകരൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അതൃപ്തി പുറത്തേക്ക് വരികയാണ്. അതിൽ പ്രധാനമായും തന്നെ അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കിയതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കെ സുധാകരൻ സംശയിക്കുന്നു. അത് അദ്ദേഹം പേര് പറയാതെ ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും ഒപ്പം കെ സി വേണുഗോപാലിനെയുമാണ്. ഇവരാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു മൂവ്മെന്റ് നടത്തിയതെന്നാണ് കെ സുധാകരൻ വിശ്വസിക്കുന്നത്. അത് കേന്ദ്ര നേതൃത്വവുമായി അടുപ്പമുള്ള ഒരു നേതാവാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പേര് പറയുന്നില്ല, അത് ഊഹിച്ച് പറയുക, അത് ഊഹിക്കാൻ കഴിയുമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ദീപാദാസ് മുൻഷി തനിക്കെതിരായി നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ മാറ്റത്തിന് കാരണമായിരിക്കുന്നത്. ദീപാദാസ് മുൻഷിയുടെ സ്വന്തം അഭിപ്രായമല്ലാതെ അത് ഒരു പ്രധാനപ്പെട്ട ചില തന്നെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുടെ കയ്യിലെ ദീപാദാസ് മുൻഷി മാറി എന്നാണ് കെ സുധാകരൻ ആരോപിക്കുന്നത്. അതായത് ഒരു മൂവ്മെന്റ് തനിക്കെതിരായി നടന്നു എന്ന് കെ സുധാകരൻ വിശ്വസിക്കുന്നു. അവർക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കെ സുധാകരൻ കൃത്യമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ കൂടിയും താൻ മത്സരിക്കാൻ തയ്യാറാണ്. തനിക്ക് കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കണം, കേരളത്തിൽ ആണ് തന്റെ പ്രവർത്തന മണ്ഡലം, ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി പറയുകയാണ് സുധാകരൻ ചെയ്യുന്നത്. അതായത് അവിടെ പോയിട്ട്, ഡൽഹിയിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്, അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, തന്റെ പ്രവർത്തന മണ്ഡലം ഇതാണ് എന്ന് പറയുന്നു. അതിനുള്ള ഒരു അടിത്തറ ഒരുക്കുക കൂടിയാണ് കെ സുധാകരൻ ഈ വിമർശനങ്ങളിലൂടെ ചെയ്യുന്നത്. അതായത് CPM-നെയും പിണറായി വിജയനെയും പോലെ എതിർക്കാൻ കാലിബറുള്ള അത്രയും ശക്തനായ വേറൊരു നേതാവ് താനല്ലാതെ മറ്റാരുമില്ലെന്നും അതുകൊണ്ട് തനിക്ക് ഇവിടെ നിൽക്കണമെന്നും ആ ക്ലെയിം ഉറപ്പിക്കുകയാണ് സുധാകരൻ ഇതിലൂടെ പ്രധാനമായും ചെയ്യുന്ന ഒരു കാര്യം. മറ്റൊന്ന്, പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ തോതിൽ ഇപ്പോൾ നേരത്തെ മുല്ലപ്പള്ളിയും ഒപ്പം സുധീരനുമൊക്കെ പോയപ്പോൾ വലിയ വിമർശനങ്ങളൊക്കെ ചില ഘട്ടങ്ങളിലുണ്ടായെങ്കിലും അതിന് വലിയൊരു അടിയൊഴുക്കുണ്ടായില്ല ആ വിമർശനങ്ങൾക്ക്. അതിൻ്റെ ഉപരിതലത്തിൽ മാത്രം കണ്ട കാര്യമാണ്. പക്ഷേ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് അങ്ങനെയല്ല. സുധാകരൻ കുറേ കൂടി ക്രൗഡ് പുള്ളറാണ്, കുറേ കൂടി ജനപിന്തുണയുള്ള നേതാവാണ്. സ്വാഭാവികമായും ആ ജനപിന്തുണ തനിക്കൊപ്പം എക്കാലവും ഉണ്ടാകുമെന്ന് സുധാകരൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ബാർഗെയിൻ പവർ, ഒരു ശക്തിയായി മാറാൻ കഴിയുമോ എന്നൊരു ശ്രമം കൂടി സുധാകരൻ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും സുധാകരന്റെ വിമർശനങ്ങളോട് ഏത് തരത്തിലാണ് നേതൃത്വം പ്രതികരിക്കുക എന്നതാണ് കാത്തിരുന്ന് കാണുന്നത്. സുനിൽ ഐസക്കാണ് ഈ അഭിമുഖം തയ്യാറാക്കിയത്. സുനിലാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ.